ബഹുമാനപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇവിടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നോനിപ്പഴം. ഈ നോനിപ്പഴം കൊണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാമെന്നും ഈ നോനിപ്പഴത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണവുമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് കാക്കപ്പഴം, മഞ്ചാത്തി എന്നൊക്കെ ഇതിൻ്റെ പേര് വിളിക്കുന്നു. നമ്മുടെ നാടുകളിൽ ഇത് നന്നായിട്ട് വളരുന്നു. ഒരു 6 മാസം 8 മാസം കൊണ്ടൊക്കെ ഈ തൈകൾ കായ്ച്ചു തുടങ്ങുന്നതായിട്ട് കാണുന്നു. ഒരു 10 അടി 12 അടി ഉയരത്തിലൊക്കെ ഇത് വളർന്നു വരും. ഇത് നന്നായി വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നന്നായിട്ടിത് കായ്ച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇതിൻ്റെ കായ കുറയുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. എന്നാൽ നല്ല ഇടവേളകളിൽ ഇപ്പം മഴ പെയ്ത് അല്പം വെയിൽ ഉണ്ടാവുന്ന സമയങ്ങളിലൊക്കെ തന്നെ ധാരാളം ഇത് ഉണ്ടാവുന്നതായിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ രൂപം തന്നെ ഏകദേശം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ രൂപമാണ്. ഇതിന് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ അറിയുന്ന ആളുകൾ പറയുന്നത് ഇത് കോശ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു, നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. ശരീരത്തിലെ ടോക്സിൻ, കേടുപാടുകൾ നീക്കം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ നോനി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസാണ്. അത് നമ്മൾ കെട്ടിവെച്ച് 41 ദിവസം കെട്ടിവെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസ് പൊടിഞ്ഞതായിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചത്. ഇതിന് നമ്മൾ ആദ്യമായിട്ട് ഇത് പറിക്കുമ്പോൾ ഇതിൻ്റെ മൂപ്പ് അറിയണം. ഇപ്പോൾ ഇത് മൂത്ത കായയാണിത്. ഏകദേശം മഞ്ഞ കളറ് രൂപം വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഏകദേശം മഞ്ഞയിലേക്ക് വന്നിട്ടുണ്ട്. ഈ മഞ്ഞ കളർ ആകുന്നതോടെ ഇത് മൂപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വെളുപ്പും മഞ്ഞയൊക്കെ കൂടിയിട്ടുള്ളൊരവസ്ഥ. പച്ചക്കായമെന്ന് വിട്ടിട്ട് മഞ്ഞയാവുന്ന അവസ്ഥ. അത് ഏത് ചെടികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് ചാടുമ്പോൾ മഞ്ഞ കളറായിട്ട് വരും. ഭൂമിയിലേക്ക് അവസാനമായി അത് ഒഴിവാകുന്നു എന്നുള്ളൊരു ലക്ഷണമാണിത് മഞ്ഞക്കളർ ആവുക എന്നുള്ളത്. ഈ പഴത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് മഞ്ഞയായിട്ട് വരുന്നു, അത് മൂപ്പെത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ കോശശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കണം. കാരണം ചില രോഗികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഹാർട്ട് ബ്ലോക്കിനൊക്കെ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർ, സ്റ്റഡൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഗർഭിണികളൊന്നും ഇതിൻ്റെ ജ്യൂസുകൾ, അതുപോലെ തന്നെ കുട്ടികളൊന്നും ഉപയോഗിക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് രോഗികളൊക്കെ ആകുമ്പോൾ ഇത് വൈദ്യനിർദ്ദേശപ്രകാരം വേണം ഇതിൻ്റെ ജ്യൂസൊക്കെ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ചില നാടുകളിലൊക്കെ ഇത് പച്ചക്ക് എടുത്തുകൊണ്ട് ഈ ഉപ്പേരികളൊക്കെ വെച്ച് കഴിക്കുന്ന രീതി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പഴുത്ത കായ 2 എടുത്ത് ഒരു പൈനാപ്പിളിൽ കൂട്ടിയിട്ട് ജ്യൂസ് അടിക്കുന്ന പതിവുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു.
ഏതായിരുന്നാലും ഇത് കോശശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ്. 1 ടീസ്പൂൺ വീതം ഡെയിലി കഴിക്കുകയും അതോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം. കാരണം ഇത് ശരീരത്തിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണത്തിന് ആവശ്യമാണ്. നമ്മൾ പറിച്ചെടുത്ത നോനിപ്പഴം, ഈ നോനിപ്പഴം ഇതിപ്പോൾ 2 ദിവസം മുമ്പ് പറിച്ചെടുത്താണ്. ഇതൊക്കെ പറിച്ചെടുത്ത സമയത്ത് ഇതുപോലെ ഉള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മഞ്ഞ കളറ് ഏകദേശം വന്നിട്ടുണ്ടാവും. വെള്ളയും മഞ്ഞയും കൂടിയ കളറ്, പച്ച കളർ വിട്ടിട്ട് ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ രൂപത്തിലായിരിക്കും മൂത്ത് വരുമ്പോൾ. പിന്നെ ഒന്നും കൂടി മൂത്ത് പാകമാകുമ്പോൾ ഈ കളറിലേക്ക് വരും. ഇത് 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രൂപത്തിൽ, പഴുത്ത രൂപത്തിൽ ആയിത്തീരും. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ പച്ച കളറുള്ള ഈ നോനി എടുത്ത് കഴുകിയതിന് ശേഷം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വെക്കുന്നതോടുകൂടെ ഈ പരുവത്തിലായിത്തീരുകയും നന്നായിട്ട് പഴുക്കുകയും ചെയ്യും. ഇത് പഴുത്ത രൂപത്തിൽ ഇപ്പോൾ ഒരു 2 നോനിപ്പഴം എടുത്തുകൊണ്ട് ഒരു പൈനാപ്പിൾ എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പതിവുണ്ട്. അതൊക്കെ നമുക്ക് എനർജി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജ്യൂസ് ഉണ്ടാക്കുന്ന വിധമാണ്. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പഴുത്ത ഈ നോനിപ്പഴം നമ്മൾ ഇതുപോലുള്ള ഒരു ഗ്ലാസ് ടിന്നിൽ വേണം ഇത് ഇടാനായിട്ട്. അപ്പോൾ ഇതിൽ പഴുത്ത് നോക്കിയിട്ട് നമ്മൾ ഇട്ട് വെക്കുക. ഇത് നമ്മൾ പറിച്ചെടുത്തതാണ്. പറിച്ചെടുത്തിട്ട് മൂത്ത് പാകമായി പറിച്ചെടുത്ത് കഴുകി ഇതേപോലെ പ്ലേറ്റിൽ തുറന്ന് വെച്ച് 2 ദിവസം ആകുമ്പോഴേക്കും ഇങ്ങനെ പഴുത്തിട്ടുണ്ടാവും. ഇങ്ങനെ പഴുത്തിട്ടുള്ള ഈ നോനിപ്പഴം മൊത്തത്തിൽ നമ്മൾ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കുക. ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം, ഇതൊക്കെ പഴുത്ത പഴങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിൽ പഴുക്കാനായി തുടങ്ങുന്നത് അല്പം കൂടി ഉണ്ട്. അപ്പോൾ ഇതുകൂടി ആകുമ്പോൾ ഈ ടിന്ന് ഫുള്ളാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിറച്ചതിന് ശേഷം നമ്മൾ ഈ പഴങ്ങളെ ഭദ്രമായിട്ട് ടിന്നിൽ അടച്ചു വെക്കുക. ടിന്നിൽ അടച്ചു വെച്ചതിന് ശേഷം ഈ ഒരു ഇൻസുലേഷൻ്റെ ടാപ്പ് ഇതിന് ചുറ്റുഭാഗവും വെക്കുക. വെച്ച് കെട്ടിയതിന് ശേഷം നന്നായിട്ട് ഭദ്രമാക്കി 2-3 കീസൊക്കെ ഇട്ട് ഭദ്രമാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 45 ദിവസം, ഒരു മണ്ഡലകാലം 41 ദിവസം എന്നാണ് പറയുന്നത്, എങ്കിലും നമ്മൾ 45 ദിവസം 60 ദിവസം വരെ ഇത് നമ്മൾ ഭദ്രമായി വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ജ്യൂസ് പൊടിഞ്ഞ് ഇതിൽ നിറയുകയും, അതുപോലെ തന്നെ നമ്മൾ ഈ ജ്യൂസിനെ എടുത്തു വെച്ച് പിന്നീട് ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിലുള്ള ജ്യൂസ് ഒന്നുകൂടി എടുക്കാവുന്നതും. അങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം ആ ജ്യൂസിലേക്ക് നമ്മൾ ഈ ജ്യൂസ് കേടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സമം തേൻ ചേർത്തുകൊണ്ട് നമ്മൾ അത് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് കേടുവരാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഈ രൂപത്തിൽ നമ്മൾ 41 ദിവസം ചുരുങ്ങിയത് അത് 60 ദിവസമൊക്കെ വരെ കെട്ടിവെക്കുക. അങ്ങനെ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് 41 ദിവസത്തിന് ശേഷം ഇത് ഭരണയിൽ നന്നായിട്ട് പൊടിഞ്ഞു വരും. അങ്ങനെ ഈ പൊടിഞ്ഞു വന്ന ജ്യൂസ് നമുക്ക് എടുക്കുകയും അതുപോലെ തന്നെ ഇതിലെ പഴങ്ങളെ ബാക്കിയുള്ളവ നന്നായിട്ട് പിഴിഞ്ഞെടുത്തുകൊണ്ട് ആ ജ്യൂസ് ഫുള്ളായിട്ട് എടുത്ത് അരിച്ചെടുക്കുകയും, അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തേനൊക്കെ ചേർത്ത്
ഒരു പകുതിയെങ്കിലും തേൻ ചേർക്കണം. ഇനിയിപ്പോൾ പ്രമേഹം മറ്റുള്ള കാര്യങ്ങളും ഇല്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ നമുക്ക് സമം തേനൊക്കെ എടുത്ത് നമുക്ക് അതിൽ ചേർത്തിട്ട്, അപ്പോൾ തേൻ ചേർക്കുമ്പോൾ അത് കേളി വരില്ല. അപ്പോൾ അങ്ങനെ തേൻ ചേർത്തുകൊണ്ട് നമുക്കൊരു ഭരണിയിൽ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ ആളുകൾക്കൊക്കെ 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ഡെയിലി കഴിക്കാം. അതോടൊപ്പം യഥേഷ്ടം വെള്ളം കുടിക്കണം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ രോഗികളൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മളെ വൈദ്യന്മാരോട്, ചികിത്സകരോടൊക്കെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്.